എമ്പുരാൻ റിലേറ്റഡ് കോണ്ടന്റ് ആണിത്. ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഒരു സിനിമയുടെ ബജറ്റിനെ പറ്റിയിട്ടും മമ്മൂക്ക മാപ്പ് പറയണമെന്ന് പറഞ്ഞതിനെ പറ്റിയിട്ടും ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വൈറലായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ലാലേട്ടൻ്റെ ആ ഒരു ഫണ്ണി ഇന്റർവ്യൂവിനെ പറ്റിയിട്ടും പിന്നെ ഈ ഒരു വില്ലൻ കഥാപാത്രത്തെക്കുറിച്ച് ആദ്യം നമുക്ക് ഈ ഒരു വില്ലൻ കഥാപാത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലാണെങ്കിൽ ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിട്ടേക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു വില്ലൻ കഥാപാത്രത്തെ പറ്റിയിട്ട് അത് ആര് എന്നുള്ളൊരു ചോദ്യം ഇട്ടുകൊണ്ടിട്ടേക്കുന്ന ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാവേ. അപ്പം തിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ബ്ലാക്ക് കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ ഒരു തിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു വില്ലൻ കഥാപാത്രം. അപ്പോൾ ഈ ഒരു ട്രെയിലർ ഇറങ്ങിയ ടൈമിൽ കൂടുതൽ ആളുകൾ സംശയം പ്രകടിപ്പിച്ചായിരുന്നു ഇത് ആര് ഈ വില്ലൻ. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഇത് ടൊവിനോ ആണ്, ഫഹദ് ഫാസിലാണ്, അങ്ങനെ നിരവധി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഞാനിവിടെ സൈഡിലൂടെ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കൊടുക്കാം. ഐ ആം ഗ്ലോബൽ ടാലൻറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലാണ്. അതായത് ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലാണ്. അപ്പം അവിടെ കുറച്ച് നാളുകൾക്ക് മുന്നേ ആ ഒരു പ്രൊഫൈൽ വന്നേക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. അതായത് അവർ ക്ലൈൻറ്റ് റിക് യൂണി ആൻഡ് ആൻഡ്രിയ ബോത്ത് സ്റ്റാർ ഇൻ ദെയർ ലീഡിംഗ് റോൾസ് ഇൻ ദ അപ്കമിംഗ് ബോളിവുഡ് ഫീച്ചർ ഫിലിം L2 എമ്പുരാൻ സെറ്റ് ഫോർ ദ തിയേറ്ററിക്കൽ റിലീസ് ഓൺ മാർച്ച് 27. ഇതിനകത്ത് ബോളിവുഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. മേ ബി ഈ പറഞ്ഞ ടൈപ്പ് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇവർക്ക് അതിൻ്റെ എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ വന്നതായിരിക്കാം. അപ്പം അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അതായത് റിക് യൂണി എന്ന് പറയുന്ന ഈ നടനാണ് വില്ലൻ കഥാപാത്രമായിട്ട് വരുന്നത് എന്നുള്ള രീതിയിലാണ് നമുക്ക് കൂടുതൽ ഒരു സംശയങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ആണെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കാണാൻ പറ്റില്ല. കാര്യം അത് ആക്സിഡൻ്റലി അവർ പോസ്റ്റ് ചെയ്ത് പിന്നീട് ഡിലീറ്റ് ആക്കി എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്ന മറ്റൊരു സംശയം കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക ഈ ഒരു സിനിമയിലുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ലാലേട്ടൻ തന്നെ അത് മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മൂക്കൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ അത് ഹൈഡ് ചെയ്ത് വെക്കണം, അവരൊന്നും ഇല്ല എന്നുള്ളതിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുന്നേ മല്ലിക സുകുമാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങോട്ട് സൈഡിലോട്ട് കൊടുക്കാം. മലയാള സിനിമാ ചരിത്രത്തിന്റെ സുവർണ്ണ ലിപികളാൽ എഴുതപ്പെടേണ്ട രണ്ട് വ്യക്തികളാണ് മമ്മൂട്ടി മോഹൻലാലും. അപ്പോൾ അവരെ രണ്ടുപേരെയും വെച്ച് എൻ്റെ മകൻ ഒരു പടം സംവിധാനം ചെയ്തെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരു അഭിമാനവും സന്തോഷവും ഒക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ മകൻ മമ്മൂക്കനെ ലാലേട്ടനെ വെച്ചൊരു പടം എടുത്തു എന്നുള്ള ഇതിലേക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി ഈ ഒരു എമ്പുരാൻ സിനിമയ്ക്കകത്ത് സത്യത്തിലുണ്ടോ അതോ ഇനി വേറെ ഏതെങ്കിലും സിനിമയെ കുറിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് മറ്റേതെങ്കിലും ഒരു ഇലൂമിനാറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു സാധനം തന്നെയാണോ? കാര്യം കുടുംബത്തോടെ മൊത്തത്തിൽ ഒരു ഇലൂമിനാറ്റി ആണോ പറയാൻ പറ്റൂല. ഇനി ഒരു സിനിമയുടെ ബജറ്റിലോട്ട് വരുമ്പോഴത്തേക്കിന് എവിടെയും ഈ ഒരു ബജറ്റ് എത്ര രൂപയാണ് ഈ സിനിമയുടെ ബജറ്റ് എന്നൊന്നും എവിടെയും പറയാത്ത രീതിയിൽ അങ്ങനെ ആയിരുന്നു ഓരോ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇവരുടെ ആ ഒരു ബജറ്റ് പുറത്തോട്ട് പറയാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നേക്കുന്ന ആളായിരുന്നു. അന്ന് ആന്റണി പെരുമ്പാവൂരിട്ട് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലും ഈ പറയുന്ന പോലെ ആ ഒരു പ്രൊഡ്യൂസർ അസോസിയേഷനൊക്കെ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഇഷ്യൂ ഇല്ലേ, അന്ന് ഇവരാണെങ്കിൽ ഈ സിനിമയുടെ ബജറ്റ് പറഞ്ഞു അതൊരു വലിയൊരു പ്രശ്നമായിട്ടുള്ള രീതിയിൽ പുള്ളി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരും ഈ പറഞ്ഞ പോലെ സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുന്ന സാധനമാണ് ഒരു സിനിമയുടെ ബജറ്റ് എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോപാലൻ തന്നെയാണെങ്കിൽ കൊടുത്ത ആ ഒരു ഇന്റർവ്യൂവിൽ അറിഞ്ഞോ അറിയാതോ പറഞ്ഞു പോകുന്നൊരു സാധനമാണ് ഈ ഒരു സിനിമയുടെ ആക്ച്വൽ ബജറ്റിനെ പറ്റിയിട്ട്. അതുകൂടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. അങ്ങനെയാണ് ഏറ്റെടുത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കലയെ സംരക്ഷിക്കുക എന്ന ഇതാണ്. മാത്രമല്ല ഇന്ത്യ ഇത്രയും വലിയൊരു പടം, അതായത് 180 crores ചെലവഴിച്ച് ഏറ്റവും നല്ല സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഏറ്റവും നല്ല ആക്ടേഴ്സ് അഭിനയിച്ച് ഏറ്റവും നല്ല വിദഗ്ധന്മാരത് സംവിധാനം ചെയ്തിട്ടുള്ള ആ പടം ഒരു കാലത്തിൽ നിന്ന് പോകാൻ പാടില്ല. 180 കോടി ഇദ്ദേഹം തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു ബജറ്റിൽ ഇറങ്ങുന്ന ഒരു മലയാളം സിനിമ എന്ന് പറയുന്നത് അല്ലേ. അപ്പം 180 കോടി, നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു 200 കോടിയുടെ ഒരു പടം അല്ലേ, അതാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് ഒരു 200 കോടി കിട്ടിയാൽ തന്നെ ഈ ഒരു മുടക്ക് മുതൽ തിരിച്ച് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും കേരളത്തിൽ നിന്ന് എന്തായാലും ഈ ഒരു 200 കോടി എന്തായാലും കിട്ടില്ല. കാര്യം അത്രത്തോളം ആൾക്കാരെ ഇവിടെ ഉള്ളൂ, അത്രത്തോളം ആൾക്കാരെ പോയി സിനിമ കാണുകയുള്ളൂ. എന്നിരുന്നാലും വേൾഡ് വൈഡ് ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും ഒരു സിനിമയ്ക്കകത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമുള്ള ഒരു പക്ഷേ എമൗണ്ട് ചിലപ്പോൾ കിട്ടിയേക്കാം സിനിമ നല്ല രീതിയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ. അതിനെ പറ്റിയിട്ട് ഈ ഒരു പ്രീ ബുക്കിംഗ് തന്നെ ടിക്കറ്റ് വിട്ടുപോയ അതിനെ പറ്റിയിട്ട് പൃഥ്വിരാജിനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്ലേ ചെയ്യാം. Is 6.5 lakhs and it has crossed 10.8 crores. It's unheard in even for a Bollywood film. So how do you feel about that? Well, I mean, like just before I came here is when my producer called me and said, we've just crossed 60 crores. I mean, globally, worldwide. So all of us were quietly confident that the film would be met with a lot of excitement and anticipation, but this is way beyond our dreams. So, unmaya solla pononna idu edirpaakala actually. 60 കോടിയാണ് പ്രീ ബുക്കിംഗ്, അതായത് വേൾഡ് വൈഡ്. ഇതിനകത്ത് പിന്നീട് മല്ലിക സുകുമാരൻ്റെ ആണെങ്കിൽ മറ്റൊരു ഇന്റർവ്യൂ റീസെൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് ഇത് ഇവിടെ കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് മാത്രമല്ല ഇവിടെ ഈ പറഞ്ഞ ടിക്കറ്റ് കിട്ടാത്തത്, ബാക്കിയുള്ള പല രാജ്യങ്ങളിലും ടിക്കറ്റ് ഫസ്റ്റ് ഡേ കിട്ടാത്ത രീതിയിൽ അവിടെ ബുക്കിംഗ് നടക്കുന്നുണ്ടെന്നുള്ള രീതിയിലേക്ക്. ഓക്കെ, അപ്പം ആ രീതിയിലാണ് ഈ ഒരു സിനിമയുടെ ആ ഒരു ഹൈ ലെവലിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടനാണെങ്കിൽ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു അർച്ചന കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു തമിഴ് പ്രസ് മീറ്റിലാണെങ്കിൽ ലാലിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ലാലേട്ടൻ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. ഇനി അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. മോഹൻലാൽ സാർ സാർ ഇങ്ങ
இப்போ சபரிமலைக்கு போயிட்டு மம்முட்டி சாருக்கு உடல் நலம் தேரணும் அப்படின்னு நீங்க வந்து பிரார்த்தனை பண்ணியிருக்கீங்க. ஸோ உங்களுடைய அந்த ஆழமான நட்பு பத்தி ஏதாவது சொல்லுங்களேன் சார். அதுக்கு எதுக்கு சொல்லணும்? ശബരിമല പോയി நான் அவருக்கு வேண்டிட்டு we did a பூஜா. அது தேவசம், அந்த தேவசம் போர்டில் யாரோ somebody leaked that receipt to the press. அது எதுக்கு சொல்லணும்? இட்ஸ் ஆல் வெரி பர்சனல் இல்லை? உங்களுக்காக ஒராள் ஒரு ப்ரே பண்ணுறது why should you tell? இல்லை, நிறைய பேர் பாருங்க, ஐ வில் ப்ரே ஃபார் யூ എന്നിട്ട് அப்படியே வேற ஏதாவது பேசிட்டு இருக்கும். இஃப் ஐ ப்ரே ஃபார் யூன்னு சொன்னால் யூ மஸ்ட் ப்ரே இல்லையா? ஸோ அது மாதிரி என்னோட ஃப்ரெண்ட் அவர், என்னோட ஒரு பிரதர். ஸோ இட்ஸ் நத்திங் ராங். உங்களுக்காக நான் ப்ரே பண்ணலாம் சார். உங்களை பார்த்தாலும் ஒரு சபரிமலை சாமி மாதிரி இருக்கு. தேங்க்யூ சார். சார், அதே கேள்வியோட கண்டினியூஸ். மம்முட்டி சார் நாங்கள் தமிழ்நாட்டிலேயும் நிறைய நாங்கள் வந்து கொண்டாடுறோம், இது பண்ணுறோம். மம்முட்டி சாரோட ஹெல்த் பற்றி நிறைய கான்ட்ரவர்சி, நிறைய வந்து இதாகிட்டு இருக்கு. நீங்கள் ஒரு ஃப்ரெண்டாக இருக்கீங்க, உண்மையிலே அவர் எப்படி இருக்காரு? உங்கள்கிட்ட பேசினாரா? ஹீ இஸ் ஃபைன். அவ்வளோ திஸ் இஸ் அவருக்கு என்னமோ ஒரு சின்ன ஒரு ப்ராப்ளம் இருந்தது, எல்லாருக்கும் இருக்கும், அது மாதிரி தான். നത്തിങ് ടു വറി. ഓക്കെ. ഏറ്റവും അടുത്ത സുഹൃത്തിന് വേണ്ടിയിട്ട് നടത്തിയേക്കുന്ന ഒരു വഴിപാടായിരുന്നു. അപ്പം ആ ഒരു കാര്യം ഇപ്പം ഇത്രയും ആൾക്കാരുടെ എത്താനുള്ള മെയിൻ റീസൺ വലിയൊരു വാർത്തയായിട്ട് മാറുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയാവുന്നു. ലാലേട്ടൻ്റെ ഇച്ചക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വലിയ രീതിയിൽ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ വഴിയൊരുക്കിയിരിക്കുന്ന മെയിൻ ആളെന്ന് പറഞ്ഞാൽ ഈ ഒരു ദേവസ്വം ബോർഡിലെ മറ്റാരോ ഈ ഒരു രസീത് സംഭവം ഫോട്ടോ എടുത്തിട്ട് ലീക്ക് ആക്കിയല്ലോ ആ ഒരു വ്യക്തിയാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു സെലിബ്രിറ്റി ആയി എന്ന പേരിൽ തൻ്റെ ഒരു പ്രൈവസി നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് എത്ര ഇതായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലേ? ഇപ്പം ലാലേട്ടൻ്റെ ആ ഒരു പ്രൈവസി ബ്രേക്ക് ചെയ്യുകയാണ് ഇപ്പം അങ്ങനെ ഒരാൾ ചെയ്തിരിക്കുന്നത്. ചെയ്ത ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു പ്രൈവസിയെ മാനിക്കേണ്ട ഒരു കാര്യം തന്നെ. മേ ബി ഈ പറയുന്ന പോലെ ആ ഒരു ലാലേട്ടനോടും മമ്മൂക്കനോടും ഒക്കെ ഉള്ള ഇഷ്ടം കൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടൊക്കെ എങ്ങനെ ചെയ്തേക്കുന്നതായിരിക്കും. പക്ഷേ എന്തിൻ്റെ പേരിലാണെങ്കിലും അത് ഭയങ്കര തെറ്റായി പോയി. കാര്യം അവർ ആ ഒരു പ്രൈവസിയിൽ കടന്നു ചെന്ന പോലെ ആയിപ്പോയി. ഓക്കെ, എന്തിനാണെങ്കിലും ഇവർ ആ ഒരു നല്ല ഉദ്ദേശത്തോടുകൂടി നല്ല ഏറ്റവും അടുത്ത സുഹൃത്തിന് വേണ്ടിയിട്ട് നല്ലത് വരാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഫേസ്ബുക്കിൽ കൂടെ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനെ പറ്റിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം, മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം. കോപ്പ് പറയും. എടേ, എന്തിനാണ് ഇതിനൊക്കെ മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞത്? ഇതൊക്കെ എന്ത് വിഷങ്ങളാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത്രയും വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് അവിടെ വാവരസ്വാമി ശബരിമലയിൽ ഇരിക്കുന്നുണ്ട്. അപ്പം വാവരസ്വാമിയുടെ അടുത്ത് വന്നിട്ട് മാപ്പ് ചോദിക്കണം, ക്ഷമ ചോദിക്കണം എന്നൊക്കെ ഇയാൾ പറയുമോ? ഇതൊക്കെ എന്ത് മന്ദബുദ്ധികളാണ്, അല്ലെങ്കിൽ എന്ത് മറയോളിയാണ് ഇയാളെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ ഒരുത്തൻ അത് അങ്ങനെ പറയണം, മമ്മൂക്ക വന്ന് മാപ്പ് പറയണം പോലും, എന്തിന് ഒന്ന് ആലോചിച്ചോട്ടെ. ചില്ലറ കഴപ്പൊന്നുമല്ല. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇർഫാൻ വ്യൂ എന്ന് പറയുന്ന ചാനലിലൂടെ വന്നിരിക്കുന്ന ഒരു വൈറൽ ഇൻ്റർവ്യൂ. എൻ്റെ പൊന്നുമക്കളെ, മലയാളത്തിൽ ഇതുപോലെ ലാലേട്ടനെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. മലയാളത്തിൽ നല്ല ഒരു ലാംഗ്വേജിലും ഇങ്ങനൊരു ലാലേട്ടനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സിനിമകളിലൂടെ മാത്രമല്ല എവിടെയും കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ, ബാക്കിയുള്ള ഇൻ്റർവ്യൂ ഒക്കെ ഒന്ന് സ്കിപ്പ് അടിച്ച് വിടുക അല്ലെങ്കിൽ 2x ഇട്ടൊക്കെ ആയിരിക്കും ഞാൻ മിക്കവാറും കാണുക. പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ മാത്രം ഒരു സ്കിപ്പ് അടിക്കാതെ 2x ഒന്നും വിടാതെ കറക്റ്റ് പ്രോപ്പർ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ട് തീർത്ത് ആ രീതിയിൽ അത്ര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ. ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. ഫേവറേറ്റ് തമിഴ് ആക്ടർ ഓർ ആക്ട്രസ്? ആക്ടർസ്. சொல்லக்கூடாது. யாராவது ஒரு இல்ல சார், ஏதாவது ஒரு ஆக்டர் இல்ல ஆக்ட்ரஸ் நீங்க நேம் சொல்லுங்க. அதான் ஆக்ட்ரஸ் எல்லாரும் எல்லா குட் ആക്ട്രസ് எனக்கு ഗൈസ് കം ഓൺ. എടാ, നിങ്ങൾ ആലോചിക്കും, ഇവിടെ ലാലേട്ടൻ ഇപ്പം ആക്ടർ, ഫേവറേറ്റ് ആക്ടർ ഓർ ആക്ട്രസ്, ആക്ട്രസ്, ഞാൻ എന്തിനാ കള്ളം പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം ലാലേട്ടൻ എടാ പൊന്നു മക്കളെ ആര് പറയണോ ഇതുപോലെ തൊട്ട് സൈഡ് ചെയ്തിട്ടാണെങ്കിൽ പൃഥ്വിരാജ് ഇരുന്നിട്ട് മൂട്ടാഞ്ചേരി എൻ്റെ പൊന്നി ലാലേട്ടാ നിങ്ങൾ എന്തൊന്നൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഫണ്ണിയാണ്. ബാക്കി ഭാഗങ്ങളോട് നമുക്കൊന്ന് കാണാം. ஃபேவரட் ஹாபி? சினிமா தான். எனக்கு வேற எதுவுமே தெரியாது. ஹாபியாவும் தெரியாது, ப்ரொஃபஷனாவும் தெரியாது, எல்லாமே சினிமா தான் ஆக்சுவலி. நைஸ். எனக்கா இது மாதிரி இன்டர்வியூஸ் இல்ல நிஜமாவே பிடிக்குமா? நான் வந்து லைட்டா பயந்துட்டு இருந்தேன். நான் வந்து வர்றதுக்கு முன்னாடி என்னன்னா காலையில இருந்து இன்டர்வியூ போயிட்டு இருக்கு. நானே பார்த்தேன் கீழே இன்டர்வியூ எல்லாம் போயிட்டு இருந்துச்சு. எவ்வளவு சூடா இருப்பாங்க இவ்வளவு இன்டர்வியூ. எனக்கு கண்டிப்பா எல்லா இதுலயுமே ஒரே கொஸ்டின் தான் இருக்கும். இந்த படம் எப்படி இருந்துச்சு, இந்த படம் எப்படி பண்ணாங்க அப்படின்னு தான் இருக்கும். கண்டிப்பா செம சூடா வருவாங்க. நம்ம என்ன கேட்க போறோம்? சத்தியமா தான் இது ரேபிட் எனக்கு இப்ப வருது. ஓகே இதான் ஐ அம் என்ஜாயிங் யுவர் இன்டர்வியூ. നൈസ് നൈസ്. ആസ് ആൻ ആങ്കർ ലാലേട്ടനെ പോലെ ഒരാളെ ഞാൻ ഈ ഒരു ഇന്റർവ്യൂ എൻജോയ് ചെയ്യുന്നതെന്ന് പറയുന്നത് അത്രയും വലിയൊരു അപ്രിസിയേഷൻ ആണ്. അതേപോലെ തന്നെ ഒരു സിനിമയുടെ
ഒക്കെ ആണെങ്കിൽ ഒരു പ്രൊമോഷൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്ന ടൈമിലാണെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് രാത്രി വരെ ആണെങ്കിൽ ഇവർ ഒരേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരേ മറുപടി തന്നെ പറയേണ്ടതായിട്ട് ഇപ്പോൾ ഏത് ലാംഗ്വേജിലാണോ അവിടെ. അപ്പം അങ്ങനെ ഇരിക്കും. ഇപ്പോൾ ലാരുടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇർഫാൻ പറയുന്നത് വെച്ചിട്ട് ഏറ്റവും അവസാനം എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഇവർക്ക് ഈ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. കാര്യം കുറേ തമിഴ് ചാനൽസിനൊക്കെ ഇൻ്റർവ്യൂസ് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇർഫാൻ്റെ ചാനലോട് വന്നപ്പോഴേക്കും ഇത്രയും ടയർഡായിട്ടിരിക്കുകയല്ലേ, ആ ഒരു സമയത്ത് ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല രീതിയിൽ ഇർഫാനെ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്തരമാതിരി ഇൻ്റർവ്യൂസ് എനിക്ക് പിടിക്കുന്നു പറഞ്ഞാൽ അത്ര എൻ്റർടൈനിങ് ആയിട്ട് അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ലാലേട്ടൻ ഇരിക്കുന്നത്. അപ്പം ഞാനിത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു പർട്ടിക്കുലർ ആക്ടറിൻ്റെ ഇവിടുത്തെ ഒരു ഇൻ്റർവ്യൂ സ്റ്റാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പോയി. അപ്പോൾ ഇൻ്റർവ്യൂ എടുക്കാൻ പോയ ടൈമിലാണെങ്കിൽ 11 മണിക്ക് ആണ് എൻ്റെ ഈ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ എടുക്കാൻ ടൈം പറഞ്ഞത്. അപ്പം ഇവർ രാവിലെ 10 മണിക്ക് അങ്ങാണ്ട് ഇവരുടെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്താണ്, ഈ നടൻ്റെയൊക്കെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത് രാത്രി 10 മണി എന്തോ ആയി. ഇത് എൻ്റെ ഈ സുഹൃത്തിന് സ്ലോട്ട് കിട്ടിയപ്പോഴത്തേക്കിന് അങ്ങനെ ഇൻ്റർവ്യൂ എടുക്കാൻ കയറാൻ പോയി. അപ്പം അവരത്രത്തോളം ടയർഡായിട്ടിരിക്കുകയല്ലേ. ആ ടയർഡായിട്ടിരിക്കുന്ന ടൈമിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആണെങ്കിൽ വന്നിട്ട് പറഞ്ഞ് തുടക്കം ഈ ഇൻട്രോ കൊടുക്കുന്നത് മറ്റേ ഉല്ലാസഗായിക ആ പാട്ട് പാടിയിട്ട് തന്നെ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പം അവർ കുറച്ച് എൻജോയ് ചെയ്യും, എൻ്റർടൈൻഡ് ആവും എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞതാണ്. രാത്രി 10 മണിയാണ്, രാവിലെ 10 മണിക്ക് എന്തോ തുടങ്ങിയൊരു പരിപാടിയാണ്. അവരത്രയും ടയർഡായിട്ട് താളന്ന ആവശ്യമായിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ പാടി ഇങ്ങനെ വന്ന് ഇൻ്റർവ്യൂ ഒക്കെ തുടങ്ങി. അട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് ആയി പോയി. ആ നടൻ തന്നെയാണെങ്കിൽ ശരിക്കും പൊളിച്ചിട്ട് കുറച്ച് വർത്താനൊക്കെ അവിടെ പറഞ്ഞു. ഇൻ്റർവ്യൂ നല്ല ഫ്ലോപ്പ് ആയി പോയി. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഇതുപോലെ ലാലേട്ടനെ പോലുള്ള വലിയൊരു സ്റ്റാർഡം വന്നിട്ട് ഇത് ഈ ഒരു ഇത്രയും ടയർഡായിട്ട് എൻജോയ് ചെയ്യുന്നതൊക്കെ പറയുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. I have some more questions, but it's the phone. நான் ஃபோன் மட்டும் பாத்துக்கிறேன். சாரி, எந்த போன்ல இருக்குன்னு சொல்ல. சாரி, ஒரு போனோட மெமரி முடிஞ்சு அது அவ்வளோ கொஸ்டின்ஸா? ஆக்சுவலி சார் திருஷ்யம் மூவி நீங்க வந்து பண்ணியிருந்தீங்கல்ல, அந்த மாதிரி ரியல் லைஃப் இன்சிடென்ட் உங்களுக்கு இருக்குதா? நான் நிறைய பேரை கொண்டு இந்த மாதிரி கேள்விதான் எழுதி கொடுக்குறீங்க நீங்க. எங்க டீம்ல பண்றாங்க சார் இதெல்லாம். அந்த மாதிரி எப்படி ரியலா ஹாபியாவே வச்சிருக்கீங்க ஆக்சுவலி. என்ன போலீஸ் பிடிச்சிட்டு போமே. ലാലയുടെ കൊച്ചു പിള്ളേരുടെ വീട്ടിരുന്നിട്ട് എന്നെ പോലീസ് പിടിച്ചിട്ട് പോമേ എന്റെ പൊന്നോ. வேணான்னு. ஓகே, அடுத்த கொஸ்டின். இதெல்லாம் கொஸ்டினா? இல்ல என்ன அது உண்மையா இருக்க வாய்ப்பு இல்லதான். ஆனா வந்து இருக்கவும் வாய்ப்பு இருக்குன்ற மாதிரி சொல்றாங்க. என்னன்னா இந்த படத்துல வந்து ஷாருக் கான் நடிச்சிருக்காங்க, அப்புறம் இந்த படத்துல வந்துட்டு மம்முக்கா நடிச்சிருக்காங்க, மம்முக்கா நடிச்சிருக்காங்க அப்படின்லாம் சொல்றாங்க. சோ அதெல்லாம் ட்ரெய்லர்ல எதுவும் நான் பார்க்கல. சோ அதை பத்தி ஏதாவது சொல்ல முடியுமா சார்? ஷாருக் கான் பாவம் அவரு ஒரு சீன் நடிச்சிட்டு அதை கட் பண்ணி காத்து deleted scenesல பண்றோம். அதல இருக்கு. deleted scenesல ரிலீஸ் பண்ணிடுவோம். എന്റെ പൊന്നോ, ഇതുപോലൊരു ലാലേട്ടനെ വേറെ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റൂല. നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ പോയി കാണണം. ഇർഫാൻ വ്യൂ എന്ന് പറയുന്ന ചാനലാണ് ഈ ഒരു ഇൻ്റർവ്യൂ ഇരിക്കുന്നത്. അമ്മാതിരി എൻ്റർടൈനിങ് പറഞ്ഞാൽ 15 മിനിറ്റേ ഉള്ള ഈ ഒരു ഇൻ്റർവ്യൂ. 15 മിനിറ്റ് നിങ്ങൾക്ക് വേർത്തായിരിക്കും. അതുപോലത്തെ ഒരു കിണ്ണം കാച്ചി ഐറ്റമാണ് ഇത്. അതുപോലെ ഇത്രയും എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു ലാലേട്ടൻ. എന്തായാലും ഇനി എമ്പുരാൻ സിനിമ ഇറങ്ങാനെ കൊണ്ട് 27-ാം തീയതി എന്തായാലും സിനിമ ഇറങ്ങുകയാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോക്കകത്ത് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റൊക്കെ കിട്ടി കാണുമല്ലോ. നമുക്ക് ഇതുവരെ ടിക്കറ്റ് കിട്ടിയില്ലടേ. ഇനിയിപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമുക്ക് എന്തായാലും കാണാൻ പറ്റും. എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്തായാലും കാണാൻ പറ്റും. അത് കഴിഞ്ഞുള്ള ഷോയ്ക്ക് എവിടെയൊക്കെയോ ചില തിയേറ്ററുകളിൽ ടിക്കറ്റൊക്കെ ഞാനിങ്ങനെ കണ്ടു. പക്ഷേ ആ തിയേറ്ററൊന്നും അത്ര നല്ലതല്ല. 18 ഏരിയയിൽ മറ്റാരെങ്കിലും ടിക്കറ്റ് കയ്യിൽ എക്സ്ട്രാ ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് ടിക്കറ്റ് ബ്ലാക്കിലാണെങ്കിൽ ഒരെണ്ണം സെറ്റ് ചെയ്ത് കാടേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.